Hello, welcome to Shadow Broadcasting Free Education. എൻ്റെ പേര് അപർണ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് +2 പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റിയിട്ടായിരുന്നു. അതിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വരെ പറഞ്ഞു. അതിനകത്ത് ഇനി ബാക്കി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് രാജ്യങ്ങൾ, അതായത് കുറച്ച് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ സ്വതന്ത്രമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ ഹൈദരാബാദ് ഉണ്ടായിരുന്നു, ജുനഗഡ് ഉണ്ടായിരുന്നു, കാശ്മീർ ഉണ്ടായിരുന്നു, മണിപ്പൂർ ഉണ്ടായിരുന്നു, നമ്മുടെ ട്രാവൻകൂർ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗവൺമെൻറ് അവരെ ഇന്ത്യൻ യൂണിയനിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രതിവിധികൾ എടുത്തിട്ടുണ്ടാവും എന്ന് നമുക്കറിയണ്ടേ? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ്റ്സ് അപ്രോച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. The government's approach was guided by 3 considerations. Firstly, the people of most of the princely states clearly wanted to become part of the Indian Union. അതായത് ഒന്നാമതായിട്ട് അവരെടുത്തതെന്ന് വെച്ചാൽ മിക്ക നാട്ടുരാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ചേരണം എന്നായിരുന്നു. അതായത് ഇപ്പം രാജാവ് പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാം, ഞങ്ങൾ ഭരിക്കുന്നില്ല, നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിൽ ഭരിച്ചോളാം എന്ന് രാജാവ് പറഞ്ഞ സമയത്തും അവിടുത്തെ ജനങ്ങളുണ്ട്, ജനങ്ങൾ തീരുമാനിച്ച ഇന്ത്യൻ യൂണിയനിൽ അവർക്ക് കയറണം, അവർക്ക് ഇന്ത്യൻ യൂണിയനിൽ നിന്നാൽ മതി, അവർക്ക് രാജാവിൻ്റെ കീഴിലുള്ള ഭരണം വേണ്ട എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ അവർ ആദ്യം നോക്കി ഗവൺമെൻറ്. സെക്കൻഡ്ലി നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗവൺമെൻറ് വാസ് പ്രിപ്പയർഡ് ടു ബി ഫ്ലെക്സിബിൾ ഇൻ ഗിവിംഗ് ഓട്ടോണമി ടു സം റീജിയൻസ്. ദ ഐഡിയ വാസ് ടു അക്കോമഡേറ്റ് പ്ലൂറാലിറ്റി ആൻഡ് അഡോപ്റ്റ് എ ഫ്ലെക്സിബിൾ അപ്രോച്ച് ഇൻ ഡീലിംഗ് വിത്ത് ദ ഡിമാൻഡ്സ് ഓഫ് ദ റീജിയൻസ്. അതായത് രണ്ടാമതായിട്ട് ചില പ്രദേശങ്ങൾക്ക് മാത്രം സ്വയംഭരണ അവകാശം നൽകുന്നതിന് സർക്കാർ വഴങ്ങാൻ തയ്യാറാണ്. കാര്യം നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു മാറ്റുവാണ് എന്നുള്ള രീതിക്ക്. അതായത് അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇവരെ സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറച്ച് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് തയ്യാറായിരുന്നു. ചില പ്രൊവിൻസിന് അവിടെ കുറച്ച് ട്രൈബ്സും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അവർക്ക് അതിനകത്ത് കൂടുതൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് ഗവൺമെൻറ് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത സമയത്ത് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശങ്ങൾക്ക് മാത്രം സ്വയംഭരണ അവകാശമൊക്കെ കുറച്ചൊക്കെ കൊടുത്ത് ലിമിറ്റഡ് ആക്കി അവരെ കുറച്ച് നിയന്ത്രണമൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ യൂണിയൻ്റെ പാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് പാർട്ടീഷൻ വിച്ച് brought into focus the contest over demarcation of territory, the integration and consolidation of the territorial boundaries of the nation had assumed supreme importance. അതായത് മൂന്നാമതായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള മത്സരം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചെയ്തേ? രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ ഏകീകരണവും പരമപ്രാധാന്യം ഉള്ളതാണെന്ന് കണ്ടു. അതായത് നമ്മൾക്കിപ്പം നേരത്തെ പറഞ്ഞു, വിഭജനം വന്ന സമയത്ത് ഇന്ത്യ പാക് എന്നായി. അപ്പം ഇന്ത്യക്ക് ഇത്ര ടെറിട്ടറി, പാകിസ്ഥാൻ ഇത്ര ടെറിട്ടറി എന്നുള്ള രീതിക്ക് അവർക്കിടയിലൊരു മത്സരം. നമ്മൾ ഇന്നും അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ജമ്മു കാശ്മീർ റീജിയൻസിൽ ഇന്നും അതിനെതിരെ ഫൈറ്റ് നടക്കുന്നുണ്ട്. പാക് അധിനിവേശ കാശ്മീരിന് വേണ്ടിയിട്ട് ഒത്തിരി ഫൈറ്റ്സ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള മത്സരങ്ങളും കാര്യങ്ങളും വന്ന സമയത്ത് രാജ്യത്തിന് ഒരു നിശ്ചിത അതിർത്തി വേണം എന്നുള്ള ആ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയാണ് ചെയ്തത്. അത് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ് ഗവൺമെൻറ്റിന് ചെയ്തത്. അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ കുറച്ച് സ്റ്റേറ്റുകൾ നമ്മുടെ ഇന്ത്യൻ യൂണിയനിലോട്ട് ചേരുന്നില്ല, ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ആരൊക്കെ? നമ്മുടെ ഹൈദരാബാദ്, മണിപ്പൂർ പോലുള്ള സ്റ്റേറ്റ്സൊക്കെ. അപ്പം അതിനകത്ത് നമ്മൾ ഹൈദരാബാദിനെ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് നമ്മുടെ ഈ ഗവൺമെൻറ് കയറ്റിയത്, അതിൻ്റെ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഹൈദരാബാദ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ്. ഹൈദരാബാദ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നാട്ടുരാജ്യമായിരുന്നു. ദ റൂളർ ഓഫ് ഹൈദരാബാദ് വാസ് കോൾഡ് നിസാം. അതായത് നമ്മുടെ റൂളർ, ഹൈദരാബാദിൻ്റെ റൂളറിനെ നമ്മൾ നിസാം എന്നാണ് വിളിച്ചത്. നമ്മൾ രാജാവ് എന്ന് പറയുന്നത് പോലെ അവിടുത്തെ ആൾക്കാർ അവരുടെ രാജാവിനെ അവർ വിളിച്ചിരുന്ന പേരെന്താണ്? നിസാം എന്നാണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഹൈദരാബാദ് വാണ്ടഡ് ടു റിട്ടൈൻ ആസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഇൻസൈഡ് ഇന്ത്യ. സ്വതന്ത്രാനന്തരം ഹൈദരാബാദ്
ഇന്ത്യക്കകത്ത് ഒരു സ്വതന്ത്ര സംസ്ഥാനമായിട്ട് നിലനിൽക്കാനാണ് ആഗ്രഹിച്ചത്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മുടെ ഹൈദരാബാദിലെ നിസാം സ്വീകരിച്ചത് എന്താ, ഞാൻ സ്വതന്ത്രമായിട്ട് നിന്നോളാം, എനിക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരണ്ട എന്നുള്ള രീതിക്കായിരുന്നു അദ്ദേഹം നിന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് സ്വന്തമായിട്ട് ഇതുവരെ അനുഭവിച്ച ആ ഒരു പവർ അതിനെ വിട്ടുകൊടുക്കാനുള്ള ആ ഒരു പ്രശ്നം കാരണമായിരിക്കാം പല നാട്ടുരാജാക്കന്മാരും ആ ഒരു ലയനത്തിലോട്ട് പോവാതെ സ്വന്തമായിട്ട് നിലനിൽക്കാനായിട്ട് ആഗ്രഹിച്ചത്. നിസാം സൈൻഡ് സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് വിത്ത് ഇന്ത്യ. നിസാം എന്താ ഇന്ത്യയുമായിട്ടൊരു സ്റ്റാൻഡ് സ്റ്റിൽ കരാർ ഒപ്പിട്ടു. ഇന്ത്യയിൽ നിന്ന് മാറി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നാട്ടുരാജ്യമായിട്ട് നിൽക്കണമെന്ന് ആര് തീർത്തു? നമ്മുടെ നിസാം തീർക്കുക. അയാൾ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ കരാർ ഇന്ത്യൻ യൂണിയനുമായിട്ട് ഒപ്പിടുകയുമാണ് ചെയ്തത്. Meanwhile, a people's movement against Nizam's rule gathered force in Hyderabad. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഹൈദരാബാദിൽ ഒരു പീപ്പിൾസ് മൂവ്മെൻറ്റ് നടക്കുകയാണ്. അതായത് നിസാമിൻ്റെ ഭരണത്തിനെതിരായിട്ട് ഒരു മൂവ്മെൻറ്റ് നടക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിസാം ഭരിക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് നിസാമിൻ്റെ ഭരണം വേണ്ട. അവർക്ക് എവിടെ പോകണം? അവർക്ക് ഇന്ത്യൻ യൂണിയനിൽ പോകണം. ഇന്ത്യൻ യൂണിയനിൽ ചേരാനാണ് നിസാമിൻ്റെ, അതായത് ഹൈദരാബാദിലെ ആളുകൾക്ക് ആഗ്രഹം. ദ ഫാമേഴ്സ്, വുമൺ, കമ്മ്യൂണിസ്റ്റ് ജോയിൻ ദിസ് അജിറ്റേഷൻ. അതായത് കർഷകരും സ്ത്രീകളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഈ സമരത്തിൽ അണിചേരിക്കേണ്ടത്. ഏത് സമരത്തിലാണ് ഈ കർഷകരും കമ്മ്യൂണിസ്റ്റുകാരും സ്ത്രീകളും ഒക്കെ അണിചേർന്നത്? നമ്മുടെ നിസാമിനെതിരായിട്ട് ഉള്ള ഒരു ജനകീയ മുന്നേറ്റം നടന്നു. എന്തിനായിരുന്നു? അവർക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിസാമിൻ്റെ ഭരണത്തിൽ അവർ തൃപ്തരല്ല. അവർക്കിതിലും ബെറ്റർ ആയിട്ടുള്ള, അതായത് റിപ്പബ്ലിക്കായിട്ടുള്ള ഒരു ഭരണം വേണം എന്നുള്ളൊരിതിനാണ് അവിടുത്തെ ജനങ്ങൾ ഒരു മുന്നേറ്റം നടത്തുന്നത്. നിസാം ട്രൈഡ് ടു സപ്രസ് ദ മൂവ്മെൻറ്റ് ബൈ ഹിസ് പാരാമിലിറ്ററി ഫോഴ്സ് കോൾഡ് റസാക്കസ്. നിസാം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കെതിരെ ഒരു സമരം വന്ന സമയത്ത് അയാൾ ചെയ്തത് അയാൾ അതിനെ അടിച്ചമർത്താൻ നോക്കി അദ്ദേഹത്തിൻ്റെ പാരാമിലിറ്ററി ഫോഴ്സ് വെച്ചിട്ട്. പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ പേരെന്താ? റസാക്കേഴ്സ് എന്നാണ്. പണ്ടത്തെ കാലത്തെ രാജാക്കന്മാരുടെ സൈന്യങ്ങൾക്കൊക്കെ ഓരോ പേരുകൾ ഉണ്ടാവും. അതുപോലെ ഈ ഹൈദരാബാദിലെ നിസാമിൻ്റെ സൈന്യത്തിൻ്റെ പേരാണ് റസാക്കേഴ്സ്. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുവാണ് പാരാമിലിറ്ററി ഫോഴ്സ്, അതായത് നിസാമിൻ്റെ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞിട്ടൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്താ പറയണ്ടേ? റസാക്കേഴ്സ് എന്നതാണ് നിസാമിൻ്റെ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ പേരെന്ന്. When the situation becomes unbearable, Indian government decided to interfere. അപ്പോൾ അവിടെ ജനകീയ മുന്നേറ്റം നടക്കുവാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അതിനെതിരായിട്ട് ഇയാൾ എന്താ ചെയ്തത്? അവിടുത്തെ രാജാവ് ഒരു പാരാമിലിറ്ററി ഫോഴ്സിനെ കൊണ്ടുവന്നു അതിനെ അടിച്ചമർത്താനായിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് രണ്ടുപേരും തമ്മിലൊരു കോൺഫ്ലിക്റ്റാണ്, ജനങ്ങളും നിസാമും തമ്മിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സമാധാനമില്ല എന്ന് കണ്ട നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അതിലോട്ട് ഇടപെടുകയാണ്. കാര്യം അവർക്ക് മനസ്സിലായി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്തില്ല എങ്കിൽ ഇത് വളരെ വലിയൊരു അപകടത്തിലേക്ക് പോകും എന്ന് മനസ്സിലായ സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഒരു ഹൈദരാബാദിലുണ്ടായ ഈ കോൺഫ്ലിക്റ്റിലോട്ട് ഇടപെടുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി എന്ത് ചെയ്തു? ഇന്ത്യൻ ആർമി ഹൈദരാബാദിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. നമ്മുടെ ഹൈദരാബാദിൽ എൻ്റർ ചെയ്തിട്ട് നിസാമിന് സറണ്ടർ ചെയ്യുകയും അതേപോലെ ഹൈദരാബാദ് ഇന്ത്യയുമായിട്ട് മെർജ് ചെയ്യിക്കുകയും ചെയ്തു. നിസാമിനെ പിടിച്ചെടുത്തിട്ട് ഇന്ത്യൻ ആർമി എന്ത് ചെയ്തു? ഹൈദരാബാദിനെ ഇന്ത്യയുമായിട്ട് മെർജ് ചെയ്യിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത് എന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എങ്ങനെയായിരുന്നു? ഹൈദരാബാദ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം. അവിടുത്തെ രാജാവായിട്ടുള്ള അതായത് നിസാം എന്താ ചെയ്ത? ഒരു സ്റ്റാൻഡ് സ്റ്റിൽ കരാർ ഒപ്പിട്ട് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ അതിനെ ഒപ്പോസ് ചെയ്തു. അവർക്ക് വേണ്ട, ഇങ്ങനെ ഒരു ഭരണാധികാരി അവർക്ക് വേണ്ട, പകരം അവർക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്ന് പറഞ്ഞിട്ട് അവർ ജനകീയ മുന്നേറ്റം അഴിച്ചുവിടുകയാണ് ചെയ്തത്. ആ സമയത്ത് ഈ നിസാം എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പാരാമിലിറ്ററി ഫോഴ്സിനെ വിട്ടിട്ട് പാരാമിലിറ്ററി ഫോഴ്സ് അതായത് റസാക്കേഴ്സിനെ വിട്ടിട്ട് അതിനെ അടിച്ചമർത്താൻ നോക്കി. അപ്പം ഈ സിറ്റുവേഷൻ വളരെ ക്രിട്ടിക്കായിട്ട് പോയ സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് ഇതിലേക്ക് ഇൻ്റർഫിയർ ചെയ്യുകയും നമ്മുടെ ഇന്ത്യൻ ആർമി എൻ്റർ ചെയ്തിട്ട് ഹൈദരാബാദിലെ നിസാമിനെ സറണ്ടർ ചെയ്യിച്ച് ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുകയുമാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഹൈദരാബാദ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മണിപ്പൂരിലോട്ടാണ്. മണിപ്പൂർ
വേറൊരു നാട്ടുരാജ്യമായിരുന്നു, ഇന്ത്യ യൂണിയനിൽ ചേരാതെ മാറി നിന്നിരുന്ന വേറൊരു നാട്ടുരാജ്യമായിരുന്നു നമ്മുടെ മണിപ്പൂർ എന്ന് പറയുന്നത്. A few days before independence, the Maharaja of Manipur, Bodhachandra Singh, signed the instrument of accession with the Indian government on the assurance that the internal autonomy of Manipur would be maintained. അതായത് സ്വതന്ത്ര ലബ്ധിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്താ മണിപ്പൂരിലെ ഭരണാധികാരിയായിരുന്ന ബോധചന്ദ്ര സിംഗ് മണിപ്പൂരിൻ്റെ ആഭ്യന്തര സ്വയംഭരണ അവകാശം നിലനിർത്തുമെന്ന ഉറപ്പിന്മേൽ എന്താ ഇന്ത്യൻ സർക്കാരുമായിട്ട് പ്രവേശനത്തിനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതായത് ഞാൻ ഇന്ത്യൻ പ്രൊവിൻസിൽ ഇതാക്കിയാലും, അതായത് എൻ്റെ രാജ്യം ഇതിൽ മേർജ് ആയാലും, പക്ഷെ ഞാൻ സ്വതന്ത്രമായിട്ടായിരിക്കും ഭരിക്കുക, എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ മേൽ കുറച്ച് അവകാശങ്ങൾ ഉണ്ട് എന്ന് നമ്മുടെ മണിപ്പൂരിൻ്റെ ഭരണാധികാരി ആയിരുന്ന ആര്, നമ്മുടെ മഹാരാജാവ് ബോധചന്ദ്ര സിംഗ് ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ, അതായത് ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയാണ് ഉണ്ടായത്. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി ഒപ്പിടുന്ന ഉടമ്പടിയുടെ പേരെന്താ? ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ. പിന്നെ അണ്ടർ ദ പ്രഷർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ദ മഹാരാജ ഹെൽഡ് എലക്ഷൻ ഇൻ മണിപ്പൂർ ഇൻ 1948 ജൂൺ ആൻഡ് ദ സ്റ്റേറ്റ് ബിക്കം എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. അതായത് മഹാരാജാവ് ഇത് ചെയ്തെങ്കിലും ഒപ്പിട്ടെങ്കിലും അവിടുത്തെ പബ്ലിക്കിൽ പലർക്കും ഇതിനോട് എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത സമയത്ത് മഹാരാജാവ് വളരെയധികം പ്രഷറൈസ്ഡ് ആവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് പുതിയ ഒരു രാജാവിനെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറ്റുക, ഒരു പുതിയൊരു രാജാവ് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എലക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് സമ്മർദ്ദം കൊടുക്കുകയാണ് മഹാരാജാവിന് അവിടുത്തെ ജനങ്ങൾ ചെയ്തത്. Thus, Manipur was the first part of India to hold an election based on universal added franchise. അങ്ങനെ ഇത്രയും ഇതിൽ ജനങ്ങൾ ഇതിനെതിരായിട്ട് നിന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന് പറഞ്ഞ സമയത്ത് വന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിപ്പൂർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശം, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനമായിട്ട് മണിപ്പൂർ മാറി. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരുവാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വെച്ചിട്ട് ഇലക്ഷൻ നടത്തിയിട്ടുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം എന്താ പറയുക? മണിപ്പൂരാണ്. മണിപ്പൂരിലാണ് ഇതാദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത്. In the Legislative Assembly of Manipur, there were sharp differences over the question of merger of Manipur with India. ഈ മണിപ്പൂരിൻ്റെ തന്നെ നിയമസഭകളിൽ ഇന്ത്യയുമായിട്ട് ലയിക്കുന്ന വിഷയത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ നിയമസഭാ അംഗങ്ങൾ തമ്മിൽ തന്നെ നിയമസഭാ അംഗങ്ങൾ തമ്മിൽ തന്നെ അവർ മേർജ് ആവുന്നതിനെ പറ്റിയിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. While the State Congress wanted to merge, അവിടുത്തെ കോൺഗ്രസ്സിന് ഇതിലും മേർജ് ആവണം എന്നുണ്ടായിരുന്നു. പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇതിനെതിരായിരുന്നു. വേറെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ ലയനത്തിനെതിരായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് 1949 സെപ്റ്റംബറിൽ ഒരു ലയന കരാറിൽ ഒപ്പുവെക്കാൻ മഹാരാജാവിനെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ ഗവൺമെൻറ് വിജയിക്കുകയാണ് ആ സമയത്ത് ചെയ്തത്. അതായത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിനകത്ത് കൂടി പ്രഷർ ചെയ്തപ്പോൾ 1949 സെപ്റ്റംബറിൽ ഒരു ലയന കരാറിൽ അങ്ങ് ഒപ്പുവെച്ചു ആ മഹാരാജാവ്. അങ്ങനെ മണിപ്പൂർ ആരുടെ ഭാഗമായി? നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറി. അതിൻ്റെ പ്രശ്നങ്ങൾ ഇന്നും വളരെയധികം നമ്മുടെ മണിപ്പൂരിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്കും കൂടി ന്യൂസ് വാല്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നു നാഗ ട്രൈബ്സിൻ്റെ ഒക്കെ ഇഷ്യൂ. മണിപ്പൂർ കത്തുന്നത് നമ്മൾ ന്യൂസിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ നടന്ന ആ ഒരു മെർജ് ചെയ്തതിനുണ്ടായ ഇഷ്യൂസ് ആയിരിക്കാം ഇന്ന് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മണിപ്പൂരിൽ നമ്മുടെ മണിപ്പൂരിലെ മഹാരാജാവ് ബോധചന്ദ്ര സിംഗ് ഇന്ത്യയുമായിട്ടൊരു ലയന കരാറിൽ ഒപ്പുവെക്കുവാണ്, ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. പക്ഷേ പൊതുജനങ്ങൾ ഇതിനെതിരായിരുന്നു. അങ്ങനെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന അവിടെ ഒരു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വെച്ചിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു സ്ഥലമായിട്ട് മണിപ്പൂർ മാറുവാണ്. മണിപ്പൂരിലെ നിയമസഭാ അംഗങ്ങളിൽ തന്നെ ലയനത്തിനെ പറ്റിയിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ കോൺഗ്രസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ലയനത്തിനെ. പക്ഷെ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് അതിനെ ഒപ്പോസ് ചെയ്യുകയാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങളും അങ്ങനെ ഇങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായ സമയത്ത് മഹാരാജാവിനെ നമ്മുടെ ഗവൺമെൻറ് ഒന്ന് പ്രഷറൈസ് ചെയ്ത് 1948 നമ്മുടെ മണിപ്പൂർ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് മാറുവാണ്. അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇന്നും നടക്കുന്നത് ഇന്ത്യയിൽ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ഹൈദരാബാദിനെ പറ്റിയിട്ടും മണിപ്പൂരിനെ പറ്റിയിട്ടും അവരെങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിൽ മേർജ് ആയതെന്നും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെയൊക്കെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്കിനി ഭാഷാ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.